ഞാൻ ഡൽഹിയിൽ പോയത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയത്. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗത്തിന് വേണ്ടി പോയതാണ്. കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ ഒബ്സർവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാ MLA-മാരുമായിട്ടും നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിലെ രീതി. ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെനിക്കറിയില്ല. അല്ല അവർക്ക് എന്താ ചെയ്യാം, അതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. അത് ഒബ്സർവേഴ്സിന്റെ യുക്തമനുസരിച്ച് അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് അവരെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. For arriving at a final decision, the observers has come here. After consultation with the MLAs and the senior leaders, they will submit a report to the Congress President and Sri Rahul Gandhi, and then final decision will be taken by the High Command. Sir, vote-taking ceremony for the all. Why are you talking all these things now? A process is going on, na? No confusion is there. 5 state elections are there, where anybody has shown in. So we have a process. AICC already sent the observers. They will talk to everybody and give the report. After that, the High Command will take appropriate decision. Poster demanding CM for the Venugopal has come up in Delhi. That I don't know. That is up to the observers. അപ്പോൾ അതാണ് കാര്യം. അതിനകത്ത് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നിശ്ചിതമായ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. In Delhi also your posters are the workers are putting your posters everywhere. Okay. ശരി. അപ്പോൾ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ഹൈക്കമാൻഡിനെ കണ്ടതിന് ശേഷം ഇപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തിലെ കാര്യമൊന്നും പറയാനല്ല പോയത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പോയതും രാഹുൽ ഗാന്ധിയെ കണ്ടതും. ഒരു കൺഫ്യൂഷനും പാർട്ടിക്കില്ല. കോൺഗ്രസ് അധ്യക്ഷനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെജിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ വൻപിച്ച ചരിത്രപരമായ വിജയത്തിൽ അവർ അഭിനന്ദിക്കുകയുണ്ടായി. അവർ എല്ലാ നേതാക്കളെയും പ്രവർത്തകരോടും അവരുടെ അഭിനന്ദനം അറിയിക്കണമെന്നും കൂടി ആവശ്യപ്പെടുകയുണ്ടായി. ശരി. അപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ച് പോവുകയായിരുന്നു. ഡൽഹിക്ക് പോയ കാരണങ്ങൾ അദ്ദേഹം പറയുകയായിരുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പും വിജയവും അതൊന്നും ആയിരുന്നില്ല. തൻ്റെ അജണ്ട മഹാരാഷ്ട്രയിലെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം പോവുകയായിരുന്നു. അപ്പോൾ